ആളുകൾ എന്താണ് അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത്. പലരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറയാം 5 വീഡിയോ ഇടും. 6ാമത്തെ വീഡിയോയിൽ പറയും എൻ്റെ ചാനൽ ആരും കാണാൻ സാധ്യതയില്ല, ഞാൻ എവിടെ എത്തൂല, പലരെയും കണ്ടിട്ട് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി തരുമോ, പൈസ തരാം. അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറാണ്. അതിനെ ഇങ്ങനെ സെറ്റാക്കി വെച്ചാൽ ആരോ, എൻ്റെ അഭിപ്രായത്തിൽ ആരോ ഇവരുടെയൊക്കെ തലയിൽ കയറ്റി വെച്ച ഒരു തെറ്റായ ചിന്തയാണ്. ഹലോ നമസ്കാരം. ഇന്ന് നമ്മളെ കൂടി ഇരിക്കുന്നത് സാബിർക്കയാണ്. സാബ്ടാക്സ് എന്ന ചാനലിലൂടെ നിങ്ങൾക്ക് ഏവർക്കും പരിചിതനായ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൻ്റെ A to Z കാര്യങ്ങൾ, ചാനൽ തുടങ്ങുന്നത് എങ്ങനെ സക്സസ് ആക്കാൻ തുടങ്ങിയിട്ട് ഒരു യൂട്യൂബർമാരുടെ ഒരു റെഫറൻസ് ഗൈഡ് എന്ന നിലയ്ക്കാണ് ആ ചാനൽ പ്രവർത്തിക്കുന്നത്. ഒരുപാട് ടെക്നോളജി പരമായിട്ടും കണ്ടൻറ് വൈസ് ആയിട്ടും ഒരുപാട് നോളജും അനുഭവമുള്ള ധാരാളം ആളുകളെ സക്സസ് ആക്കി മാറ്റിയ ഇദ്ദേഹത്തോട് നമുക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ സാബിർക്ക, നമ്മൾ മലയാളികൾക്ക് പൊതുവെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണമെന്ന് കുറേ ആളുകൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ തുടങ്ങിയവരെ ചിലപ്പോൾ കളിയാക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലും ആഗ്രഹങ്ങളുണ്ട്. പലതരത്തിലുള്ള ആത്മവിശ്വാസക്കുറവ്, ഞാൻ തുടങ്ങിയ സക്സസ് ആവുമോ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടോ, ഒരു പലതരത്തിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ. അപ്പോൾ ഇത്തരത്തിലുള്ളവരോട് എന്താ പറയാനുള്ളത്? ആദ്യം നമുക്ക് ഈ ഫിനാൻസ്, സാമ്പത്തികമായിട്ടില്ല എന്ന് പറയുന്നതിൽ നിന്ന് തുടങ്ങാം. ആക്ച്വലി ഈ യൂട്യൂബ് തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. ഒരു നല്ല മൊബൈൽ ഫോൺ, ഇന്നിപ്പോൾ എല്ലാവരുടെ കയ്യിലും നല്ല മൊബൈൽ ഫോൺ ഉണ്ട്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള മൈക്ക്. അപ്പം മൈക്കിന് എനിക്ക് തോന്നുന്നു 200 രൂപ താഴെ അല്ലെങ്കിൽ 1000 രൂപ താഴെ മൈക്കും കിട്ടും. ഇതിൽ കുറവ് വരുന്നത് ടോപ്പിക്കാണ്. എന്ത് കണ്ടൻറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. പൊതുവെ മലയാളികളിടയ്ക്ക് ഇപ്പം നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് പല 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 ടോപ്പിക്കുകൾ ചെയ്യുന്നത്. പക്ഷെ അവരെന്താ ചെയ്യുന്നത്, എന്തിനാ ചെയ്യുന്നത് പോലും അവർക്കറിയില്ല. എനിക്ക് തോന്നുന്നു പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷം എനിക്ക് ഒരു 10-20,000-ലധികം വരെ, ചിലപ്പോൾ ഒരു അതിനേക്കാളും വലിയ കൗണ്ടിലുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ട് ചാനലുകളൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേരളത്തിൽ പൊതുവെ എന്ന് വെച്ചാൽ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങണം, റവന്യൂ ഉണ്ടാക്കണം എന്നാണ് മെയിൻ ആഗ്രഹം. പക്ഷേ ഈ റവന്യൂ ഉണ്ടാക്കുന്നതിന് മുന്നേ ഇതെങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ധാരണയില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ചെയ്യേണ്ടത്? അതായത് നമ്മൾ കണ്ടന്റ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞ പോയിന്റ് പറഞ്ഞില്ലേ, അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ എനിക്ക് ഏറ്റവും കഴിവുള്ള അല്ലെങ്കിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന, ആളുകൾക്ക് കുറേ കൊടുക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണോ, അതോ നമ്മൾ യൂട്യൂബിൽ ട്രെൻഡി ആയിട്ടുള്ള കുറച്ച് സബ്ജക്റ്റുകളുണ്ട്, ഡിമാൻഡബിൾ ആയിട്ടുള്ള, ഇതിൽ രണ്ടിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? അതായത് നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും നോളജ് ഉള്ള, അല്ലെങ്കിൽ നമുക്ക് പാഷനായിട്ടുള്ള ടോപ്പിക്കിൻ്റെ മുകളിൽ തുടങ്ങലാണ് ഏറ്റവും നല്ലത്. എന്നാൽ മാത്രമേ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ 5, 6, ഒരു 10 വീഡിയോയ്ക്ക് ശേഷം നമ്മളെല്ലാം കഴിയുമെന്ന് കഴിയും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമുക്കൊന്നും ഇടാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഫാമിലിയിലേക്ക് തിരിയും, മറ്റ് വീഡിയോസിലേക്ക് തിരിയും. അപ്പോൾ അങ്ങനെ പോകും. പിന്നെ രണ്ടാമത് ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ട്രെൻഡിങ് കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ യൂട്യൂബ് തന്നെ പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ ഒരേ ശൈലിയിലുള്ള വീഡിയോസ് അല്ല ചെയ്യുക. നമ്മൾ ചില വീഡിയോസ് ട്രെൻഡിങ് ആയിട്ടുള്ളത് ചെയ്യണം, ചിലത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എവർഗ്രീൻ ആയിട്ടുള്ളത് ചെയ്യണം. എപ്പോൾ ആളുകൾ വന്ന് നോക്കിയാലും കാണാവുന്ന തരത്തിലുള്ള വീഡിയോസ് ഉണ്ട്, അത് ആ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ട്രെൻഡിങ്, ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയി നിൽക്കുന്ന വീഡിയോസ് സെലക്ട് ചെയ്യണം. അതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ചാനൽ കയറി വരും, അപ്പോൾ ആളുകൾ ഒരുപാട് കാണും. പിന്നെ ആ ട്രെൻഡ് കഴിയുമ്പോൾ വീണ്ടും പഴയതിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഞാൻ നേരത്തെ പോലെ എവർഗ്രീൻ ആയിട്ടുള്ള ടോപ്പിക് അവിടെ ഉണ്ടാവും. പിന്നെ അത്യാവശ്യം നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ട് വരുന്ന കുറച്ച് ടോപ്പിക്, അങ്ങനെ 3 രീതിയിലാണ് ചെയ്യുക. അതിന് ഹബ്ബ് എന്നാണ് പറയുക. പൊതുവേ ഇത് കേരളത്തിൽ ആരും പൊതുവെ ചർച്ച ചെയ്യാത്ത വേർഡുകൾ ഇപ്പൊ തന്നെ എനിക്ക് കിട്ടി, ഹൈപ്പ്, ഹബ്ബ്. അപ്പൊ ഇതൊന്നും ആരെങ്കിലും ചർച്ച ചെയ്യാത്ത ഒരു ഇതാണ്. അപ്പൊ ഇങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. പക്ഷെ നമ്മളെല്ലാവരുടെയും ചാനലിന്റെ പ്രശ്നം വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് പോവാ. ഇതിന് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പ് ഡൗൺ ഇങ്ങനെയായിട്ട് ഇങ്ങനെ പോകണം, എന്നാലേ അതിന്റെ ആ ഗ്രോത്ത് കറക്റ്റ് ആവുള്ളൂ. അതാണ് പ്രശ്നം. ഇതൊന്നും ആർക്കും അറിയാത്തതുകൊണ്ട് എപ്പോഴും ഡേ മൈ ലൈഫ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാ ദിവസവും ഒരേ പാറ്റേൺ, മറ്റേ കുക്കിംഗ് ചെയ്യുന്നവരാണ് ഒരേ പാറ്റേൺ. ആ പാറ്റേണിൽ നിന്ന് മാറി ചില സമയത്ത് നമ്മൾ ട്രെൻഡ് പിടിക്കേണ്ടി വരും. അത് നമ്മൾ ചാനലിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കയറ്റി കൊണ്ടുവരണം മുകളിലേക്ക്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരായാലും
തുടങ്ങിക്കഴിഞ്ഞവരായാലും ഇനി അതല്ല ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാവട്ടെ, എല്ലാവരുടെയും ചിന്തകൾക്ക് ലൈഫിലെ ഈ ഫെയിലിയറിനെയും സക്സസിനെയും നിർണ്ണയിക്കുന്നതിൽ വലിയൊരു പങ്കുണ്ടല്ലോ. അതിപ്പോ സാബിർക്ക് തന്നെ ഒരു ജിന്നിന്റെ കഥയൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇതില് ഷോർട്ടില് പറഞ്ഞൊരു ജിന്നിന്റെ കഥ. അതുപോലെ നമ്മളെ ചിന്തകൾക്ക്, പൊതുവെ ആളുകളുടെ ചിന്തകൾക്കും പ്രത്യേകിച്ചൊരു ചാനൽ തുടങ്ങിയവർക്കും അല്ലെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തായിരിക്കും അവരുടെ ഒരു ചിന്തകളുടെ ഒരു പ്രത്യേകത വേണ്ടത്? അതായത് എൻ്റെ ചാനലിൽ കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കൂടുതലും സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഞാൻ എടുക്കുക. അല്ലെങ്കിൽ സ്റ്റോറീസായിട്ട് ബന്ധപ്പെട്ട പലതും ഞാൻ പറയുന്ന സ്റ്റോറീസിലൂടെയാണ്. ഇപ്പം ഞാൻ ആദ്യം ചാനൽ തുടങ്ങിയ പാട് ഒരു ചായക്കടയും അൽഗോരിതം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുന്നേ ചെയ്തതാണ്, പലതും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഒന്നുകൂടി അത് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഒരു ചായക്കടയിൽ ഒരാൾ കയറിയാൽ അൽഗോരിതവും അതും തമ്മിൽ എങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു കഥയാണ്, അൽഗോരിതത്തിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്റ്റോറീസ് നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യും, പെട്ടെന്ന് ആൾക്ക് മനസ്സിലാവും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ കാര്യം, ആളുകൾ എന്താണ് അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത്, പലരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറയാം 5 വീഡിയോ ഇടും, 6ാമത്തെ വീഡിയോയിൽ പറയും എൻ്റെ ചാനൽ ആരും കാണാൻ സാധ്യതയില്ല, ഞാൻ എവിടെ എത്തൂല. ഇങ്ങനെ കുറേ സാധനങ്ങൾ അവർ തന്നെ പറഞ്ഞുണ്ടാക്കി അവരതിൻ്റെ മുകളിലാണ് പിന്നീട് നിൽക്കുക. പിന്നെ അത്യാവശ്യത്തിന് വീട്ടുകാരും നാട്ടുകാരും നമ്മളെ തളർത്തുന്നുണ്ട്. ഇനി അത് പോരാത്തതിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മൾ കൂടി നമ്മളെ തളർത്തും. അപ്പോൾ ഇത്രയും തളർത്തൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ കയറി വരാമെന്ന് പറയുന്നത് ചിലപ്പോൾ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നം, അതായത് അവർ ചിന്താഗതി എങ്ങനെയാണ്. എൻ്റെ വീഡിയോ ആരും ആക്ച്വലി എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ചാനലിൽ വ്യൂസ് കുറഞ്ഞു, സബ് കുറഞ്ഞു, അപ്പോൾ എന്താ പറയുക, എൻ്റെ സെറ്റിങ്സ് കുഴപ്പമാണ്. അപ്പോൾ പുതിയ പറഞ്ഞാൽ സെറ്റിങ്സാണ് പ്രശ്നം. ഇല്ലെങ്കിൽ പറയും എൻ്റെ ക്യാമറ ക്വാളിറ്റി കുറവാണ്, മൈക്ക് ക്വാളിറ്റി കുറവാണ്. ഒരിക്കലും ഞാൻ കുറവാണെന്ന് ഒരാളും പറയില്ല. കാരണം അത് നമ്മൾ നേരെ ചൂണ്ടിക്കഴിഞ്ഞാൽ അതിന് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല. നമ്മുടെ പ്രസൻറ്റേഷൻ സ്കില്ലും നമ്മൾ പറയുന്നതും നമ്മുടെ ടോപ്പിക്കിന് കുറവായിരിക്കും അവിടെ വരുന്നുണ്ടാവുക. അല്ലാണ്ട് ഇതുവരെ ആരുടെയും പാൻറ്റ് ചെറുതായിട്ടില്ല, ഷർട്ടും ചെറുതായിട്ടില്ല, നമ്മൾ അടുത്തടിച്ചതും നമ്മൾ വലുതായതേ ഉള്ളൂ. പക്ഷെ കുറ്റം ഷർട്ട് ചെറുതായി, പാൻറ് ചെറുതായി എന്ന് പറയാം. അത് നമ്മൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് വൈബ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത്, ആ വൈബിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരിക. ആ ഒരു സംഭവമാണ് ഇവിടെ വർക്കൗട്ട് ആവുന്നതെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ചിന്തിച്ചാല് നമ്മൾ ആദ്യം പോസിറ്റീവായിട്ട് നല്ല ആക്റ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ വരിക, നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒരു മടുപ്പ് കൊണ്ട് നിർത്താനും പറ്റില്ല. നിർത്തി കഴിഞ്ഞാൽ നാട്ടുകാർ ചോദിക്കും നിന്റെ ചാനലൊക്കെ പൂട്ടിയല്ലേ എന്ന് ചോദിക്കുന്നത് പേടിച്ചിട്ട് എന്ത് നിർത്തൂല. എന്നാൽ ഇതൊട്ട് കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല. ഭയങ്കരമായ ഒരു മാനസിക സംഘർഷത്തിൽ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. എന്ത് ചെയ്യണം, ഇത് നിർത്തണം, നന്നാക്കണം. അപ്പോഴാണ് ഈ ആൾക്കാർ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, പലരെയും കണ്ടിട്ട് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി തരുമോ, പൈസ തരാം, അല്ലെങ്കിൽ എന്നെ സബ് കൂട്ടി തരുമോ എന്ന് പറഞ്ഞിട്ട് പൈസ ചിലവാക്കുന്ന ആ സമയത്താണ്. കാരണം അവർക്ക് വേറെ വഴിയില്ല, ഇതെങ്ങനെയെങ്കിലും ഒന്ന് കരക്കെത്തിച്ചാൽ മതി എന്നുള്ളത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു മാസം മുന്നേ ഒക്കെ ഇവിടെ ഒരു വൈറലായിട്ടുള്ള ഒരു സംഭവമാണ് AI വന്നു, ഇനി യൂട്യൂബ് ചാനലുകളൊക്കെ പൂട്ടി പോകേണ്ടി വരും, അതിനൊന്നും ഭാവിയില്ല എന്നൊക്കെ. അപ്പൊ ഈ AI നമുക്ക് ശരിക്കും വില്ലനാണോ അതോ യൂസ്ഫുൾ ആണോ, എന്താണ് അതിന്റെ ഒരു യഥാർത്ഥത്തിൽ വേറൊരു രസം എന്താന്ന് വെച്ചാല്, ഞാൻ അതിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് AI ആണ് ലേറ്റസ്റ്റ് ടെക്നോളജി, എന്നാൽ AI അല്ല ലേറ്റസ്റ്റ് ടെക്നോളജി. അതായത് ഇപ്പോൾ പിന്നെ വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെന്റഡ് റിയാലിറ്റിയും എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം ഇതിൻ്റെയൊക്കെ മിക്സ് ആയിട്ട് ഇമ്മേഴ്സീവ് എന്ന് പറയുന്ന സംഭവം, ഇതൊക്കെ ടെക്നിക്കൽ വേർഡ്സ് പോട്ടെ, ഞാൻ പറഞ്ഞില്ല. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ആമസോണിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു മൗസ് വാങ്ങിച്ചു. അപ്പോൾ ആമസോൺ പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്ന ഇപ്പോൾ ഈ ടേബിളിൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നമുക്ക് കാണിച്ചാൽ വന്നാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ആമസോൺ ആ മൗസിനെ ഇവിടെ പ്ലേസ് ചെയ്യും. റിയലായിട്ട് നമുക്ക് കാണാം. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇത് വീഡിയോ എടുത്ത് വെക്കുമ്പോൾ ഇവിടെ റിയലായിട്ട് മൗസ് പ്ലേസ് ആവും. അത് നമ്മൾ കാണുമ്പോൾ നമ്മളിരിക്കുന്ന ടേബിളിൻ്റെ മുകളിൽ ഈ മൗസ് വെച്ചാൽ എങ്ങനെയുണ്ടാവും കാണാൻ എന്ന് ആമസോൺ കാണിച്ചു തരും. ആ ടെക്നോളജിയിലേക്ക് നമ്മൾ വന്നു. പക്ഷെ നമ്മൾ ഇതുവരെ അറിയില്ല, നമ്മൾ AI മാത്രമേ ഉള്ളൂ. അത് AI കടന്ന് റിയൽ വേൾഡിലേക്ക് ടെക്നോളജി മിക്സ് ആവുന്ന രീതിയിൽ വെർച്വൽ റിയാലിറ്റിക്ക് വെച്ചിട്ടുള്ള
പരിപാടികളാണ് വരാൻ പോകുന്നത്. അതായത് നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ വേണമെങ്കിൽ മൂന്നാമത്തെ ഒരു ഇൻ്റർവ്യൂറെ കൂടെ ഇവിടെ ഇരുത്താൻ പറ്റും എന്ന രൂപത്തിൽ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ചാനലുകൾക്ക് എന്താണ്? ചാനലുകൾക്ക് നേരിട്ട് യൂട്യൂബിൻ്റെ കേസിൽ മാത്രം അവരിപ്പോൾ അതിന് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. പക്ഷെ അവർ പറയുന്നത് നിങ്ങൾ എയും ഹ്യൂമൻ ടച്ച് ഒരുമിച്ച് ഉപയോഗിച്ചോ പ്രശ്നമില്ല. മാത്രം ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ബിഗ് ഫുട്ടിൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത് 22,000 30,000 വ്യൂസ് കിട്ടി. അത് ചെയ്യാൻ VO3 കുറച്ച് പ്രോംപ്റ്റ് കൊടുത്താൽ അതാവും. ബുദ്ധിമുട്ടില്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ക്രിയേറ്റർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ചിലപ്പം അനുഭവിച്ചൊന്നും വരില്ല. അപ്പോൾ അതുപോലൊക്കെ കൊണ്ട് യൂട്യൂബ് അത് സ്റ്റോപ്പ് ആക്കിയെങ്കിലും യൂട്യൂബ് പറയുന്നത് എയിൽ നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വോയിസ് ഓവർ കൊടുത്താൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ അഭിനയിച്ചിട്ട് എയിൽ വേറെ എന്തെങ്കിലും ഇടയ്ക്ക് ക്യാരക്ടറിനെ കൊണ്ടുവന്നു, അത് പ്രശ്നമില്ല. അപ്പം അങ്ങനെ ക്രിയേറ്റീവായിട്ട് രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഒരുപാട് ആളുകളുടെ ഉള്ളിൽ ധാരാളം കണ്ടന്റുകളുണ്ട്, കഴിവുണ്ട് എന്ന് അറിയാം. പക്ഷേ ഈ ടെക്നോളജി, അതായത് ഇപ്പം വീഡിയോ എഡിറ്റിംഗ് അറിയുന്നില്ല, അപ്ലോഡിങ് അറിയുന്നില്ല, അങ്ങനെ നമ്മൾ ചാനൽ തുടങ്ങാൻ ആവശ്യമായ ബേസിക് ആയിട്ടുള്ള ടെക്നോളജി സ്കില്ല് പോലും അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ ഈ കണ്ടന്റ് എന്നാൽ അവർക്ക് ഒരുപാട് കഴിവുകളുണ്ടേനും. അപ്പൊ അങ്ങനത്തെ ആളുകളോട് എന്താണ് പറയാനുള്ളത്? അങ്ങനത്തെ ആളുകളൊക്കെ പറയാനുള്ളത്, നമുക്ക് എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാം. ഉദാഹരണത്തിന് നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ അറിയില്ല. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ ഒരുപാട് വീഡിയോ എഡിറ്റിങ്ങിന്റെ ട്യൂട്ടോറിയൽസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്, ഏത് ആപ്പാണെങ്കിലും. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ ഏത് വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും വീഡിയോ ഷൂട്ടിംഗ് ആണെങ്കിലും ഇനി വോയിസ് ഓവർ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ വീഡിയോസ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങണം. കാരണം പണ്ട് ഇപ്പോൾ 2020 കാലഘട്ടത്തിൽ അങ്ങോട്ടൊക്കെ കാലഘട്ടത്തിൽ എന്തെങ്കിലും എടുത്തിട്ട വൈറലാവും, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണും. ഇന്നങ്ങനെയല്ല, ആളുകൾ ഭയങ്കര സെലക്റ്റീവാണ്. ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ മുന്നിൽ വരുന്ന എല്ലാ വീഡിയോസും കാണുമോ? ഇല്ലല്ലോ. ഞാനും ഭയങ്കര സെലക്റ്റീവാണ്. എനിക്ക് വേണമെങ്കിൽ ഞാൻ കാണുള്ളൂ. അപ്പം വേണമെങ്കിൽ കാണും എന്ന് പറയുമ്പോൾ ഞാൻ ഒരാളുടെ വീഡിയോ ഓപ്പൺ ആക്കി നോക്കിയാൽ ആ വീഡിയോയിൽ പറയുന്നത് എനിക്ക് മനസ്സിലാവണം, അവർ കാണിക്കുന്നത് എനിക്ക് ഓക്കെ ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്ക് വേറൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്, മറ്റൊരാളുടെ വീഡിയോ തൊട്ട് താഴെയുണ്ട് ഇതേ ടോപ്പിക്കിൽ. ഞാൻ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ആ ടോപ്പിക്കിലേക്ക്. അവിടെ ക്വാളിറ്റിയും സംസാരം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിനെ മാത്രം ആൾക്കാർ ഫോളോ ചെയ്യും. ഇതാണ് സെലക്റ്റീവായിട്ട്, ഭയങ്കരമായിട്ട് ആളുകൾ സെലക്റ്റീവായി. അപ്പോൾ നമുക്ക് അറിയാത്ത സ്കില്ലുകൾ നമ്മൾ തന്നെ ഇനി പഠിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സായ കുട്ടികളൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കും. നമ്മൾ എന്ന് പറയുമ്പോഴേക്കും അവർ എയിൽ വീഡിയോ ഇറക്കിയിട്ടുണ്ടാവും. അത്രയും ഫാസ്റ്റിലാണ് പോകുന്നത്. അപ്പം ഈ ഹുസൈൻ ബോൾട്ടിനെ പോലെ അവർ പോകുമ്പോൾ നമ്മളൊരു PT ഉഷ ലെവലിലെങ്കിലും ഓടണം, എന്നാൽ മാത്രമേ നമുക്ക് എന്തൊക്കെ എഡിറ്റിംഗ് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കുക. സ്വന്തമായിട്ടുള്ളത് സ്ട്രഗിൾസ് ഉണ്ടാവും, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. കാരണം എഡിറ്റിംഗ് പഠിക്കാൻ ചിലപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വേറെ ആരെങ്കിലും ട്യൂട്ടോറിയൽസോ അല്ലെങ്കിൽ നേരിട്ടോ പഠിക്കാം, അത് സോൾവ് ചെയ്യാന്നുള്ളത്. ഓരോന്നും നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷെ ഇതൊന്നും അത്ര എളുപ്പമല്ല. ഒരുപാട് എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ച് ഏജുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 28 അല്ലെങ്കിൽ 30 എബോവ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. അവരെ ഡേ ലൈഫിൽ കുട്ടികളുടെ പഠനം ഉണ്ടാവും, ഹസ്ബൻഡിൻ്റെ ഉണ്ടാവും, അല്ലെങ്കിൽ ഭാര്യേൻ്റെ എന്തെങ്കിലും പ്രശ്നം, ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പം അതിൻ്റെ യാത്ര എന്ന് പറയുന്നത് ആദ്യം ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും, സ്ട്രഗിളാണ്. പക്ഷേ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ, നേടിയെടുക്കണം ശക്തമായിട്ട് ആഗ്രഹിച്ചാലും നമുക്ക് എന്തുണ്ടാവില്ല, അത് പാഷനേറ്റ് ആയി മാറുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉറക്കോ വിശപ്പോ മടുപ്പോ. ഞാൻ കണ്ടിടത്തോളം പാഷനേറ്റീവ് അല്ല ആളുകൾ. അവർ പാഷനേറ്റീവ് ആണ് എന്തിനോടാന്ന് വെച്ചാൽ ഈ യൂട്യൂബിൽ നിന്ന് വരുന്ന റവന്യൂവിനോട്. അവിടെ പ്രശ്നം. അതായത് അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് ഓവറാണ്. അതിനെ ഇങ്ങനെ സെറ്റാക്കി വെച്ചാൽ അത് എൻ്റെ അഭിപ്രായത്തിൽ ഇവരുടെയൊക്കെ തലയിൽ കയറ്റി വെച്ച ഒരു തെറ്റായ ചിന്തയാണ് ഈ പറയുന്ന 4000 കൗണ്ട് വാച്ച് ഓവർ അതുപോലെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള ആളുകൾ ഒരുപാട് ആൾക്കാർ എന്തായിട്ടുണ്ട് ഇതിൽ, പിന്നെ പെട്ടെന്ന് തന്നെ സക്സസ് ആയിട്ടുണ്ട്. അത് ഒരു മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയ 4-5 ആൾക്കാരുണ്ട്. അവരൊന്നും ഈ പറയുന്ന 4000 മണിക്കൂറോ 1000 സബ്ബോ ഒന്നും നോക്കിയിട്ടല്ല അവർ ചെയ്തത്. അവർക്ക് അതിനോട് പാഷനേറ്റീവായിട്ട് ഈ പറഞ്ഞ പരിപാടി ചെയ്തു. 5ോ 6ാമത്തെ വീഡിയോയിലാണ് എല്ലാവരും, അതും 1 ലാക്ക് അടിച്ചു. എല്ലാവരും 1 ലാക്ക്. എനിക്ക് തോന്നുന്നു ആരും 1 ലാക്കിൽ കുറഞ്ഞിട്ട് കിട്ടിയില്ല. എനിക്കടക്കം എനിക്ക് 6 ലാക്ക്, ബാക്കിയുള്ളവർക്ക് പിന്നെ 5 ലാക്ക്, പിന്നെ ഒരു 2-3 ലാക്സ്, ഇങ്ങനെയാണ് എല്ലാവർക്കും വന്നത്. അത് ആ രൂപത്തിൽ പോകുന്നതുകൊണ്ടാണ്. പക്ഷേ ഇപ്പം പല ആളുകളും 1 കൊല്ലമായിട്ടും
4000 അവർ ആവാത്തവരുണ്ട്. 1 കൊല്ലമായിട്ട് മോണിറ്റൈസേഷൻ കിട്ടാത്തവരുണ്ട്. ശരിക്കും ആ 1 വർഷം എന്ന് പറയുന്നതെല്ലാം പുതിയ ഈ യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് പ്രകാരമൊക്കെ വലിയ കാലാവധിയാണ്. അത്രയൊന്നും പോകരുത്. ആരും മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി എൻ്റെ അഭിപ്രായത്തിൽ ഒരു 2-3 മാസത്തിലധികം പോകരുത്. മാക്സിമം 1-2 മന്ത് അതിനുള്ളിലാവും, നല്ല വീഡിയോ ആണെങ്കിൽ. ഇല്ലെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം അവർ മാറ്റിക്കഴിഞ്ഞാൽ സക്സസ് ആവും. ഓക്കെ, അപ്പോൾ സാറിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താ? അതായത് ഇപ്പൊ ഇത്രയും അനുഭവ സമ്പത്തും ഒരുപാട് പേരെ സക്സസ് ആക്കിയിട്ടുള്ള പരിചയമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഇനി എന്തെങ്കിലും നല്ല ഒരു പ്ലാനുകൾ, ഇപ്പൊ തക്ഷശില എന്നൊക്കെ പറഞ്ഞ്. അത് ഞാൻ തക്ഷശിലയല്ല, തക്ഷ എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാൽ പോലും നമുക്ക് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ ആയാലും ഫേസ്ബുക്കിൻ്റെ ആയാലും ഇനിയിപ്പം കോഴി വളർത്തലായാലും എന്തായാലും ഇപ്പോൾ എനിക്ക് പല സെക്ടറിലാണ് എൻ്റെ നോളജ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആളുകളെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അതിനുള്ള ഒരു ചെറിയൊരു സംരംഭം എന്ന രൂപത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ജസ്റ്റ് ഡിസ്കഷൻസ് തുടങ്ങിയതേ ഉള്ളൂ. എന്തായാലും അടുത്തന്നെ ഉണ്ടാവും. സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ. ബേസിക്കലി എല്ലാവരുടെ അറിവുകളെയും മോണിറ്റൈസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ വന്നു, കഷ്ടപ്പെടുന്നവനെ സക്സസ് ഉള്ളൂ, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉഡായിപ്പ് കാണിക്കുന്നവർ, അതായത് പിന്നെ ഉഡായിപ്പ് നമ്മൾ അവർക്ക് അതിന്റെ കഷ്ടപ്പാടുണ്ടാവും, എന്നാൽ കൂടി എന്താണ് ഈ റീമിക്സ് ചെയ്യുന്ന വീഡിയോസ്, അതുപോലെ വെറുതെ റിയാക്ഷൻ വീഡിയോസ്, അങ്ങനെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്നവരുടെ ഒക്കെ ഒരു ഭാവി എന്തായിരിക്കും? യൂട്യൂബ് ഇപ്പൊ തന്നെ എല്ലാവരും പിടിക്കാൻ തുടങ്ങിയില്ലേ. ഇപ്പൊ അതായത് നമ്മളിപ്പോ 2-3 വർഷം മുന്നേ വെറുതെ ഒരു ക്യാമറ അടിയിൽ വന്ന് ചിരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയിട്ട് പോലെ വരുമാനം കിട്ടുന്ന പല ആളുകളുണ്ട്. അവരൊക്കെ ഇപ്പോൾ യൂട്യൂബ് എന്ത് ചെയ്ത് ഈ പുതിയ അപ്ഡേറ്റിൽ പിടിച്ചു. ഇനി അവർക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. സ്വന്തം കണ്ടന്റ് അല്ലെങ്കിൽ നമ്മളായിട്ട് ചെയ്യുന്ന കണ്ടന്റ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും 2026 അടുത്ത അപ്ഡേറ്റ് വരും. അതിൽ നമ്മൾ കൊടുക്കും. ഇപ്പം നമ്മൾ രക്ഷപ്പെടും, കാരണം ഇത്രയും ആളുകൾ രക്ഷപ്പെട്ട് വന്നല്ലോ. ഇനി 2026 പുതിയ അപ്ഡേറ്റ് അവരെന്തെങ്കിലും കൊണ്ടുവരും, അതിൽ നമ്മൾ ഉറപ്പായിട്ട് കൊടുക്കും. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ പൗൾട്രി മീഡിയ പറഞ്ഞ ചാനലുണ്ട്. എനിക്കതിൽ ടെൻഷനൊന്നുമില്ല. കാരണം എന്താ പറയുക, എനിക്കറിയാം ഞാനതിൽ പുറത്തുനിന്നുള്ള വീഡിയോസ് ഇല്ല, എല്ലാം എൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റിയാണ്, അല്ലെങ്കിൽ ഞാൻ സ്വന്തം ചെയ്താണ്. അവിടെ എന്ത് അപ്ഡേറ്റ് വന്നാലും എന്നെ ബാധിക്കില്ല. ഇപ്പോൾ സാബ് സ്റ്റോക്കിലായാലും എന്ത് അപ്ഡേറ്റ് അവർ കൊണ്ടുവന്നാലും എന്നെ ബാധിക്കുന്ന അപ്ഡേറ്റ് വരാൻ സാധ്യതയില്ല. കാരണം നമ്മൾ തന്നെ ക്രിയേറ്റിവിറ്റി കാണിച്ച് ചെയ്യുന്ന ഒന്നിനെയും ഇങ്ങനെ വലിയ രീതിയിൽ ബാധിക്കില്ല. അതല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ന്യൂസിനെ റിയാക്ട് ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. അത് നമ്മുടെ ഒപ്പീനിയനാണ്. ഇപ്പോൾ ഒരാളുടെ ഇപ്പം ദിയ കൃഷ്ണൻ്റെ അല്ലേ കഴിഞ്ഞ വൈറലായത്, അപ്പോൾ അതിനെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ, അതൊന്നും വിഷയമല്ല, അങ്ങനെയൊക്കെ നമുക്ക് പറയാം, അതൊക്കെ നമ്മുടെ ഒപ്പീനിയൻ. പിന്നെ ഇതിൻ്റെ കൂടെ പറയാനുള്ളത് സബ് കൂടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾ പരാതി. അപ്പോൾ ഞാനത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഈ സബ് കൂടാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ യൂട്യൂബ് വന്ന് അങ്ങനെ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയത്ത് ഈ റെഡ് ബട്ടൺ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വിചാരിച്ചത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ആളുകൾ എന്തെങ്കിലും സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ അവിടെ കണ്ടാൽ തന്നെ ക്ലിക്ക് ചെയ്യും, വെറുതെ ക്ലിക്ക് ചെയ്യും. പിന്നെ 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 ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഈ സബ്സ്ക്രൈബ് ചെയ്താൽ അവന് പൈസ കിട്ടും, മറ്റവന് പൈസ കിട്ടുമെന്ന് മനസ്സിലായി. ഇത് ആരാ പറഞ്ഞു കൊടുത്തത്? യൂട്യൂബേഴ്സ് പറഞ്ഞു കൊടുത്തു. അവർ വീട് വാങ്ങിച്ചു, കാറ് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് കാണിച്ചിട്ട് എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്യുമ്പോൾ അവന് പൈസ കിട്ടും. അപ്പോൾ ഇത് ആളുകളൊക്കെ മനസ്സിലാക്കി വെക്കുന്ന, ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ അവൻ കാറ് വാങ്ങിക്കുന്നത് ഒരു ആറ്റിറ്റ്യൂഡ്. അതാണ് മെയിനായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെ ഇപ്പം എനിക്ക് നേടാൻ പറ്റാത്തത് നിങ്ങൾ നേടുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നിങ്ങളെ തളർത്തും. കാരണം എന്നാലും നിങ്ങളെ നമ്മൾ ഈക്വൽ ആവുമല്ലോ തളർന്നാൽ. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആളുകൾ സെലക്റ്റീവായി എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ വീഡിയോ വന്നു, ആദ്യത്തെ വീഡിയോ ഒരാൾ കണ്ടു, അവർ സബ് ചെയ്യില്ല. കാരണം ആക്സിഡൻ്റലി സംഭവിക്കാം. നമ്മളൊരു വീഡിയോ കിടിലായിരിക്കാം, അത് എല്ലാവരുടെ നമ്മുടെ ബ്രൗസ് ഫീച്ചറിലും വന്നു, എല്ലാവരും കണ്ടു, സൂപ്പർ ബൈക്കും. അടുത്ത വീഡിയോ വന്നു, ആ വീഡിയോ ഫസ്റ്റ് വീഡിയോനെ പോലെ തന്നെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ, വാല്യൂ ഉണ്ടെങ്കിൽ അന്നും ആളുകൾ നോട്ട് ചെയ്യും, ചിലപ്പോൾ അന്നും സബ് ചെയ്യില്ല. പിന്നെ അടുത്ത വീഡിയോ വരും, ആ വീഡിയോയും ഈ പറയുന്ന ആൾ കാണും, എന്നിട്ട് അവൻ തീരുമാനിക്കും ഇത് ചെയ്യണോ വേണ്ടിയോ എന്നാലും ചെയ്യില്ല. 4ാമത്തെ വീഡിയോയിലായിരിക്കും ചിലപ്പോൾ എന്താ പറയുക, ഓക്കെ
മൂപ്പര് കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്വാളിറ്റിയുള്ള വീഡിയോ ആണ്, പറയുന്ന കാര്യങ്ങൾക്ക് വാല്യൂ ഉണ്ട് എന്ന് ആളുകൾ മനസ്സിലാക്കുക ഓൺ ദ സ്പോട്ട് സബ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ചാനലിൽ പല ആളുകളും ആദ്യം സബ് ചെയ്ത ആളുകൾ വളരെ കുറവായിരിക്കും. ചിലവർക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ചാവും. ചില ആൾക്കാർ ഇപ്പം എന്നോട് കമൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറേ നാളായിട്ട് നിങ്ങളെ വീഡിയോ കാണുന്നു, ഇന്നാണ് സബ് ചെയ്തത്, ഇന്നാണ് കമൻറ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ്? അവർ നമ്മൾ വാച്ച് ചെയ്യുന്ന. അതിപ്പോൾ ഞാൻ എന്നെ സാറിൻ്റെ അടുത്ത് എത്തിയത് എങ്ങനെയാണെന്നറിയോ? ഒരു വീട്ടമ്മയുടെ സ്റ്റോറി. എനിക്ക് സാറിനോട് റെസ്പെക്റ്റ് തോന്നിയ ഒരു കാര്യമാണത്. ഇപ്പം നമ്മൾ ഒരുപാട് വീട്ടമ്മമാരുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു കഴിവില്ലാതിരിക്കില്ല ആർക്കും, കുക്കിങ്ങിനോ എന്തെങ്കിലും ഒന്നുണ്ടാവും. അപ്പോൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ടൊരു ഏണിങ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അപ്പം ആ തരത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെയും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് എന്താ അറിയോ, യൂട്യൂബിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ട, ഞാൻ ചിന്തിച്ചൊരു കാര്യം വേറെ തമാശയായിട്ട് ചിന്തിക്കുന്ന, പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് ഒരുപാട് നമ്മുടെ സമ്പത്തും ഇതൊക്കെ കട്ടുകൊണ്ടുപോയി. അപ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമാണ്. കാരണം 20,000 കോടിയാണ് പിന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്, മനസ്സിലായ പണ്ട്. പക്ഷെ US ആണെങ്കിലും ഞാൻ പൊതുവെ പറയുകയാണെങ്കിൽ ഇതേപോലെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇപ്പം നിങ്ങൾ സക്സസ് ആയിട്ട് ഒരു 10 മില്യൺ വ്യൂസ് വന്നു, ഞാൻ സക്സസ് ആയിട്ട് 10 മില്യൺ വ്യൂസ് വന്നു, നിങ്ങൾക്കൊരു 50,000 രൂപ കിട്ടി, എനിക്കൊരു 50,000 രൂപ കിട്ടി. പക്ഷെ എൻ്റെ അക്കൗണ്ടിന് എടുത്തിട്ടല്ല നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിന് എടുത്തിട്ടല്ല എനിക്കും തരുന്നത്. ഇതൊക്കെ പുറത്തുനിന്ന്, ഇന്ത്യൻ്റെ പുറത്തുനിന്ന് നമുക്ക് ഇങ്ങോട്ട് വരുന്ന മണിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പൈസ വന്നതൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യൽ എവിടെയാണ്? നമ്മുടെ നാട്ടിലാണ്. അപ്പോൾ ഈ യൂട്യൂബേഴ്സ് ഇത്രയും ലക്ഷക്കണക്കിന് പൈസ കേരളത്തിൽ, ഞാൻ പറയാൻ ഇപ്പം എൻ്റെ നാട്ടിൽ 10 യൂട്യൂബേഴ്സ് ഉണ്ട്, 5 കോടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റിലേക്കും ഈ പറയുന്ന നമ്മുടെ ഗോപാലേട്ടൻ്റെ കടയിലേക്കും ഒക്കെ നമ്മൾ സാധനം വാങ്ങിക്കാനും മറ്റും പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഏരിയ തന്നെ ഡെവലപ്പ് ആവും. അതാണ് അതിൻ്റെ സാമ്പത്തിക ഇത് പറയുന്നത്. പിന്നെ വീട്ടമ്മമാരെ കേസ് പറയാന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യമുണ്ട്. ഇപ്പം നമ്മളെ ഗ്രൂപ്പിൽ വന്ന പലരും കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ട് വന്നു. എന്തിനാണ് കുക്കിംഗ് ചാനൽ തുടങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ വന്നു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഓ ഇതല്ല എൻ്റെ സംഭവം, ഞാൻ വേറെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ചെയ്തിട്ട് വിത്തിൻ 1 മന്ത് കൊണ്ടാണ് ഇപ്പോൾ റമീനൊക്കെ സക്സസ് ആയിട്ട് വന്നത്. പിന്നെ ഇപ്പോൾ 2-3 ആൾക്കാർ ഇനി ആവും, ഞാൻ പേര് പറയുന്നില്ല, പറഞ്ഞാൽ അടിയാവും. അപ്പം അവരൊക്കെ സക്സസ് ആവും. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ കുക്കിംഗ് ചാനലിൻ്റെ പറയാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടറിയോ, കുക്കിംഗ് ചാനലുകാരുടെ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് മത്തിക്കറി വെക്കുന്നു, എനിക്കും മത്തിക്കറി വെക്കാൻ അറിയാം, നിങ്ങൾക്കും അറിയാം, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ ഏരിയയിൽ എല്ലാവരും നമ്മൾ 10-20 ആളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളെല്ലാം മത്തിക്കറി വെക്കാൻ അറിയിച്ചു. അപ്പോൾ അത് സ്ഥിരമായിട്ട് വെക്കുന്നതാണ്. പിന്നെ ഇത് സെപ്പറേറ്റ് നമ്മൾ കാണിക്കേണ്ട ആവശ്യമുണ്ടോ വീഡിയോയിൽ? ഇല്ലല്ലോ. കാരണം എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവം. നമ്മളൊരു ഗ്ലാസ്സിൽ പച്ചവെള്ളം കുടിക്കുന്നു, എങ്ങനെയാണ് പച്ചവെള്ളം കുടിക്കേണ്ടത് കാണിച്ചു തരാൻ ഒരാൾ വീഡിയോ ആരെങ്കിലും കാണില്ല. കാരണം ഞാൻ എന്തിന് കാണണം? എനിക്ക് ഓൾറെഡി അറിയാം. അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അവിടെ ഇഷ്ടം പോലെ സാധനമുണ്ട്. ഇപ്പോൾ ഒരാൾ എനിക്ക് ചാനൽ ചെക്ക് ചെയ്ത് തന്നു, അവർ പാസ്തയുടെ വീഡിയോ ആണ്, അതായത് ബീഫ് പാസ്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ഐറ്റം കേട്ടോ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതിന് 50,000 വ്യൂസ് വന്നു. തൊട്ട് അടുത്ത വീഡിയോ ചിക്കൻ പാസ്ത അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതിന് 45,000 വ്യൂസ് വന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ ആളുകൾ കാണും. അപ്പോൾ നമ്മൾ ഇരുന്ന് ചിന്തിക്കണം എന്താണ് ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന സ്നാക്സ് മാത്രം ഒരാൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഈ ഒരാളുടെ വീഡിയോ അവർ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന സ്നാക്സ് മാത്രം, അല്ലെങ്കിൽ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നാൽ കൊടുക്കാവുന്ന വളരെ പെട്ടെന്നാക്കാൻ പറ്റുന്ന സംഭവങ്ങളെക്കുറിച്ച് മാത്രം വീഡിയോ ചെയ്യുന്ന ആളെങ്കിൽ സ്വാഭാവികമായിട്ട് ആ വീഡിയോ കയറിപ്പോവും. ഒരുപാട് വീട്ടമ്മമാരെ പ്രശ്നമാണ്. എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കാണാൻ അനിയത്തി ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ എന്ത് കൊടുക്കുക, ഇവർ കുട്ടികൾ വന്നപാട് പറയും നമുക്ക് ഒന്നും തിന്നാനില്ലേ വിശക്കുന്നെന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസിന് കണ്ടെത്തിയിട്ട് അതിൻ്റെ സൊല്യൂഷനായിട്ട് വീഡിയോ ചെയ്യണം. അല്ലാണ്ട് വെറുതെ നമ്മൾ മറ്റുള്ള അവൻ ചിക്കൻ കറി ചെയ്തിട്ട് ഹിറ്റായി ഞാനും ചെയ്ത് ഹിറ്റാവും എന്ന രൂപത്തിലേക്ക് വരുമ്പോൾ ആണ് ഫെയിലിയർ വരുന്നത്. അവരെപ്പോലെ ചിലപ്പോൾ നമുക്ക് ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ നമ്മുടേതായ എന്തെങ്കിലും സാധനം ഉണ്ടാവും, അത് അവിടെ ചിന്തിക്കുന്നില്ല. ആ ചിന്ത കൊണ്ടുവരാണ് പ്രശ്നം. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറേ ആൾക്കാരോട്, നിങ്ങൾ 40% ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും. പിന്നെ 40% എങ്ങനെ ചെയ്യുക, എപ്പോൾ ചെയ്യുക, ഏതൊക്കെ ചെയ്യാമെന്ന് കണ്ടുപിടിച്ചിട്ട് പിന്നെ അവസാനത്തെ 20% നിങ്ങൾ ക്യാമറയെ കുറിച്ചിട്ട് അതൊക്കെ പഠിക്കേണ്ടുള്ളൂ. എവിടെ വെച്ച് ക്യാമറ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ബാക്കിയൊക്കെ ഈ നമ്മുടെ ടോപ്പിക് കണ്ടുപിടിക്കുന്നതിലൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടത്. അതൊന്നും ഇവിടെ ഇല്ല. എല്ലാവരും 80% എങ്ങനെയെങ്കിലും തുടങ്ങാൻ ഏർണിങ്സ് ഉണ്ടാക്കുക, അത് മാത്രം ആവുമ്പോഴാണ് ഈ പ്രശ്നം. അവർ നോളജിലേക്ക് ശരിക്കും ഒരു 20% മാത്രം ശ്രദ്ധ കൊടുക്കുന്നില്ല. ഇപ്പം എഡിറ്റിംഗ് പഠിക്കാനായാലും ഈ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ, ഇപ്പം ഇന്നലെ ഞാൻ യൂട്യൂബിൻ്റെ അനലറ്റിക്സ് എടുത്ത് നോക്കി.
ഇന്നലെ അനലറ്റിക്സ് എടുത്തൊക്കെ ഞാൻ ഞെട്ടിപ്പോയി. കാരണം പുതിയ ഒരുപാട് സംഭവങ്ങൾ കമ്പാരിസൺ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ തലക്ക് എന്താ പറയുക കിളിപോയ അവസ്ഥയായി. അത്രയും ഡാറ്റാസ് യൂട്യൂബിലാണ് എനിക്ക് തോന്നുന്നത് എത്രയും ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പം ആക്ച്വലി ഇപ്പോൾ എനിക്ക് ചാനലിൽ ഇത് പറയാൻ പറ്റില്ല. നമ്മൾ ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടറിയോ, നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ആൾക്കാർ കേട്ടിരിക്കണമെന്നില്ല. അവർക്ക് എങ്ങനെ 4000 മണിക്കൂറാക്കാം, 1000 സബ് ഉണ്ടാക്കാം. അതെ, ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ ഇതായിരിക്കും. അതെ, അതാണ് അതിൻ്റെ മുകളിൽ വീഡിയോ ചെയ്താൽ മാത്രമേ സക്സസ് ആവുള്ളൂ. അപ്പോൾ എന്നോട് പല ആൾക്കാരും പറയുന്ന കാര്യം, നീ പോയിട്ട് ആദ്യം കുറച്ച് വ്യൂസ് ഉണ്ടാക്കിയിട്ട് വാ, എന്നിട്ട് സംസാരിക്കും. അതുപോലെ എന്നോട് പറഞ്ഞ കാര്യം, 150 സബ്ബുള്ള സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നീ ആദ്യം കുറച്ച് സബ്ബാക്ക്, അല്ലെങ്കിൽ നിൻ്റെ സംസാരം കേൾക്കുമ്പോൾ 1 മില്യൺ ഉള്ള പോലെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു എക്സാക്ട്ലി ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. ഞാൻ 1 മില്യൺ ഉള്ള പോലെ തന്നെയാണ് സംസാരിക്കും. ഞാൻ എല്ലാവരും പറയും നിങ്ങൾക്ക് കൂടുതൽ സബ് ഉള്ളത് പോലെ നിങ്ങൾ സംസാരിക്കും, അപ്പോഴാണ് നമുക്ക് എനർജി വരിക, നമ്മൾ കോൺഫിഡൻസ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയാറുണ്ട്. അത് എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് കളിയാക്കല് അല്ലേ? കളിയാക്കലൊക്കെ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു ഫീൽഡല്ല. പണ്ടൊക്കെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്യുന്ന അവൻ കമ്പ്യൂട്ടർ പഠിക്കുന്നതെന്ന് പറയും കുറേ കാലം വരെ. ഇപ്പം പറയും അവനൊരു യൂട്യൂബറാണ് എന്ന് പറയുമ്പം ആളുകൾക്ക് അയ്യേ യൂട്യൂബറോ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണലി ഗ്രോ ആയിട്ട് വരുന്ന ഒരു ഫീൽഡാണ്, ഒരു നല്ല സാധ്യതയുള്ള സംഭവമാണെന്നൊന്നും ആളുകൾക്ക് തിരിച്ചറിയാനായിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞു തുടങ്ങിയില്ല. ബാക്കി കുട്ടികൾക്കും ആൾക്കാർക്ക് അറിയാം. ഇപ്പം എത്ര കോഴ്സുകൾ അറിയാം. ഞാൻ ഇന്നലെ തന്നെ 5-6 കോഴ്സുകൾ കണ്ട്. ഇതിൽ പല പല യൂണിവേഴ്സിറ്റിൻ്റെ കോഴ്സുകൾ വരെയുണ്ട് കോണ്ടന്റ് ക്രിയേഷൻ. അവരെന്തിനാണ് ഇങ്ങനെ കോഴ്സ് ചെയ്യുന്നത്? അവർക്കറിയാം ഫ്യൂച്ചർ ഇതിൻ്റെ മുകളിലാണ്. എല്ലാവരും എല്ലാ കമ്പനീസും ഇപ്പം ഇതിൻ്റെ മുകളിലല്ലേ. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന റെസ്റ്റോറൻറ്റ് ഇവിടെ ഇപ്പം ആൾക്കാരെ കൊണ്ടുവരണമെങ്കിൽ നമ്മളെ പോലത്തെ ഒരു യൂട്യൂബർ വിചാരിച്ചാൽ മതി, നമ്മളിവിടെ വന്നിട്ട് കിട്ടിയ ഫുഡാണ് എന്ന് പറഞ്ഞ് വളരെ ജെന്യൂനായിട്ട് എൻ്റെ റിവ്യൂ കൊടുത്താൽ ആൾക്കാർ വന്നിട്ട് ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ, റിസൾട്ട് കിട്ടാതെ വരും, ഒരാഴ്ച വരുമായിരിക്കും, പിന്നെ ആരും വരില്ല. പക്ഷെ റിസൾട്ട് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഷുവറായിട്ട് കൂടെ ആളുകൾ നിറയെ ഇവരെ ബിസിനസ് കൂടും. അതാണ് ഇതിൻ്റെ പവർ പറയുന്നത്. അത്രയും സാധ്യതകൾ ഇതിൻ്റെ മുകളിലുണ്ട്. ഏത് പ്ലാറ്റ്ഫോമിലല്ല, ഏത് പ്ലാറ്റ്ഫോം ആയാലും. അതുപോലെ ഈ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. ചിലത് ഹൈലി സക്സസ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എങ്ങനെയാണെന്നറിയോ, ഒരുപാട് ആളുകൾ പിന്നെ അവരെ ലൈഫിലെ ഹാപ്പി മൊമെന്റ്സ് മാത്രമാണ് അവർ പുറത്ത് കാണിക്കുന്നുള്ളൂ. ഇപ്പം നമുക്കറിയാം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഹാപ്പി മൊമെന്റ്സ് മാത്രം കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഇല്ലല്ലോ, എനിക്ക് ഒരുപാട് കഷ്ടപ്പാടാണ്, പ്രയാസമാണ്, എൻ്റെ ഹസ്ബൻഡ് എവിടെ ഇതുപോലെ കൊണ്ടുപോകുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അത് കൂടി ഡിപ്രസ്ഡ് ആവുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്യുന്നവരോടും ഇത് കാണുന്നവരോടും ഒക്കെ എന്താണ് പറയാനുള്ളത് സാറിന്? നമ്മൾ ഈ ഫാമിലി വ്ളോഗ് അതുപോലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന ആളുകൾ ഈ ഖാലിദ് അമേരിയാണെന്നറിയില്ല, ഒരു അറബിയുണ്ട്, അതിൽ ഫുഡിൻ്റെ ഒക്കെ ചെയ്യുന്ന മൂപ്പരുടെ വൈഫും മൂപ്പരൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. പക്ഷേ അവർ ഡൈവോഴ്സായി. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വ്ളോഗേഴ്സായിട്ടുള്ള ഒരുപാട് ആളുകൾ പരസ്പരം പ്രശ്നങ്ങളുണ്ടായി ഡൈവോഴ്സ് ആവുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ അവർ കാണിക്കുന്നതൊക്കെ ഭയങ്കര സ്നേഹവും മറ്റൊക്കെ ആണെങ്കിലും റിയൽ ലൈഫിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അപ്പം അത് കണ്ടിട്ട്, അതായത് നമ്മളെ ഹാപ്പിനെസ് മൂമെൻറ്റ് കാണിച്ച് കൂടുതൽ ആളുകൾ ഉണ്ടാക്കാന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു കുറേ കാലം വരെ. ഇപ്പം മാറി. ഇപ്പം കണ്ടിട്ടുണ്ടോ, ഇപ്പം ആളുകൾ വെറുതെ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് വൈറലാക്കുന്നത്. എന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അച്ഛൻ ചെയ്തു, അങ്ങനെ അനിയത്തി ഇറക്കി വിട്ടു എന്നൊക്കെ. അതാണ് ഇപ്പം പോകുന്നത് മെയിനായിട്ട്. ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സാധനം ചെയ്തു. പക്ഷെ ഇതൊന്നും നിലനിൽക്കൂല. കുറച്ചൊരു നാൾ ഓടും. കുറച്ച് കാലം ഓടുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഈ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, മെല്ലെ നിർത്തും. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നവരും ഒക്കെ സക്സസ് ആയ ആളുകൾ ഇപ്പോൾ സക്സസ് ആയതല്ല, അവരിപ്പോൾ സക്സസ് ആയില്ല. അല്ലെങ്കിൽ ഈ ഒരു 2025 സക്സസ് ആയവരല്ല, അവർ 2022 അല്ലെങ്കിൽ 2020 ആ ഒരു കാലഘട്ടത്തിൽ സക്സസ് ആയിട്ട് അതിനെ തുടർന്ന് വരുന്ന ആളുകളാണ് പൊതുവെ കാണുന്നത്. പിന്നെ ഇതിലുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ വീഡിയോ ചെയ്യുന്നവർ തുടങ്ങുന്നത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക്, ഇന്ന് നമ്മൾ വീട്ടിലിതാ ഞാൻ പച്ചവെള്ളം കുടിക്കുകയാണ് എന്ന് തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ട് കാണുന്ന ആളുകൾ വിചാരിക്കുന്നത്, നീ പച്ചവെള്ളം കുടിച്ചാൽ എനിക്കെന്താ, നീ അവിടെ വൃത്തിയാക്കി എനിക്കെന്താ, നീ ആരാ, നിങ്ങളാരാ,
നിങ്ങൾ ഈ ഇവിടെ വീട്ടിൽ വൃത്തിയാക്കുന്നത് ഞാനെന്തിനു കാണണം? അവിടെ എനിക്കെന്താ സ്ഥാനം? സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. ഒരാൾ തുണി അലക്കുന്നു, അവർ തുണി അലക്കിക്കോട്ടെ, അതിന് നമുക്ക് എന്ത് കാര്യം അതിൽ തുണി അലക്കുന്നതിൽ? അതിൽ കാര്യമില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് എന്തെങ്കിലും ടേക്ക് അവേ ആയിട്ട് കൊടുക്കണം, ഒരു പ്രോബ്ലത്തിനെ കാണിക്കാം. അതായത് എല്ലാ വീട്ടിലും ഉണ്ടാവുന്നതാണ്, കുട്ടികളൊക്കെ കളിപ്പാട്ടിട്ട് ഭയങ്കര മെസ്സിയായിട്ട് ആടിയിടും. ഇതിനെ എങ്ങനെ ഞാൻ മാനേജ് ചെയ്യുന്നു എഫക്റ്റീവായിട്ട് എന്നൊരു വീഡിയോ കാണിച്ചാൽ അവിടെ അതിന് കാണാൻ ആൾക്കാരുണ്ട്. കാരണം എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണത്. ഇതുപോലെ പ്രോബ്ലത്തിനെയും സൊല്യൂഷനെയും കാണിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് അപ്രോച്ചിലൂടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും സക്സസ് ആവും. പക്ഷെ ഈ സാധനം ആർക്കും അറിയില്ല, ഇതിങ്ങനെ പോകേണ്ടത് പോലും ആർക്കും അറിയില്ല. അത് മാത്രമല്ല, നമ്മൾ ആരാണ് എന്ന് പറയണം. ഓരോ വീഡിയോയിലും നമ്മൾ സ്വന്തം സെൽഫായിട്ട് നമ്മൾ ആരാണെന്ന് പറയണം. മുഖം കാണിച്ചാൽ പോരാ. അപ്പം നമ്മൾ എന്തെങ്കിലും മൊമെന്റിൽ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നമ്മളെ എന്തെങ്കിലും പ്രശ്നം എല്ലാ പ്രാവശ്യവും ഡൈമ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള പ്രശ്നങ്ങൾ കാണിക്കണമെന്നില്ല. ചില സമയത്ത് ഇപ്പം ദിയാകൃഷ്ണൻ്റെ പ്രശ്നം, പ്രഗ്നൻസിൻ്റെ പ്രശ്നം, ഇത് ഡെലിവറീൻ്റെ വന്നു, നമ്മൾ അഭിപ്രായമായിട്ട് പറയാം എൻ്റെ പേര് ഇന്നാണ്, എൻ്റെ അഭിപ്രായം ഇതാണ്. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് നീ ആരാന്നുള്ള ചോദ്യം മാറും. കാണുന്ന ആളുകൾക്ക് നീ ആരാന്ന് ചോദിച്ചുകൊണ്ടിരിക്കില്ല. പിന്നെ എന്ത്, ഇത് നമ്മളെ ഇന്ന ആളാണ്. ആ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ, ഇത് കയറിപ്പോളൂ. അതുപോലെ അവിടെ കിടക്കും. അപ്പം ആളുകൾ അറിഞ്ഞ് നീ ആരാ എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരം നമ്മളായിട്ട് കൊടുക്കാൻ പറ്റണം. നമ്മൾ ആരാന്ന് അറിഞ്ഞ് നമ്മളുമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഫാമിലി ആരാണെന്നും നമ്മൾക്ക് ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് എന്നെ ഇപ്പൊ എല്ലാ ദിവസവും കാണുന്ന ആളുകൾ, ഇപ്പൊ എൻ്റെ ഫാമിലി വ്ളോഗായിട്ട് എൻ്റെ മോളെയും ഭാര്യയൊക്കെ കാണിച്ചിട്ട് വീഡിയോ എല്ലാവരും കാണും. ഒരാകാംക്ഷ ഉണ്ടാവും. മൂപ്പര് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്, മൂപ്പര് ഫാമിലി എങ്ങനെയായിരിക്കും, മൂപ്പര് ലൈഫ് എങ്ങനെയായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ വന്നത്. നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തി നമ്മളെയും കൂടി ബ്രാൻഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം, എന്നാലേ സക്സസ് ആവുള്ളൂ. അതാണ് ഈ ഓരോന്നിൻ്റെയും പ്രശ്നം. ശരി, ഓക്കെ. ഞാൻ ഇനി വേറൊരു കാര്യം കേട്ടിട്ടുള്ളതാണ്, ഈ ഷോർട്ട് വീഡിയോകളില്ലേ, ഇത് കുറേ കണ്ടമാനം ഷോർട്സ് ഇട്ടിട്ട് പിന്നെ ആളുകളിലേക്ക് റീച്ച് ആക്കുക, അതിലൂടെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വരുന്നു. ഇങ്ങനെയാണ് ഒരു ചാനലിന്റെ സക്സസ് പോകുന്നത്. ഈ ഷോർട്ടിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഈ ടെക് ചാനലുകൾ പറയുന്നവർ തന്നെ പറയുന്നുണ്ട് ഷോർട്ട്. എന്തായാലും വാസ്തവം. അതായത് ഷോർട്സിന്റെ കേസിൽ മലയാളികൾ എനിക്ക് തോന്നുന്നു കൂടുതൽ മലയാളികൾ, ഇപ്പൊ നമ്മുടെ ചുറ്റിലും മലയാളികളാണല്ലോ. മലയാളികളെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചില സാധനങ്ങൾ അപ്ഡേറ്റ് കൊണ്ടുവരും, നമ്മൾ അതിൽ പോയിട്ട് വീഴും. എന്നിട്ട് എന്ത് ചെയ്യും, നല്ലതിന് ചെയ്തത് മോശമായിട്ട് വരും. അത് പറയാൻ കാരണം യൂട്യൂബിൽ ഇപ്പോൾ ഒരു ഷോർട്ട് ഇട്ടാൽ ടപ്പേന്ന് തൊട്ട് 2000 വ്യൂസ് വരും, 1500 വ്യൂസ് വരും. അപ്പോൾ ആളുകളേക്കുന്നു, ചേട്ടാ എൻ്റെ ചാനലിൽ ഷോർട്ടിന് 1500 വ്യൂസ് വന്നു എന്നാണ് വിചാരിക്കുക. അപ്പോൾ അവർക്കൊരു റിവാർഡ് കിട്ടിയാവും. റിവാർഡ് കിട്ടുന്ന സ്വാഭാവികമായിട്ടും നമ്മൾ അതേ ചെയ്യുള്ളൂ. അപ്രീസിയേഷനിൽ റിവാർഡും കിട്ടുമ്പോൾ അതേ ചെയ്യുള്ളൂ. അപ്പോൾ അടുത്ത വർഷം ഷോർട്ട് ഇടും, അതിനും കിട്ടും 1000 വ്യൂ. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 1000-1200 എപ്പോഴും അവിടെ നിൽക്കും. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിൽ എൻഗേജ്മെൻറ്റ്സ് എടുത്തിട്ട്, അതായത് നമ്മൾ അനലറ്റിക്സിൽ എൻഗേജ്മെൻറ്റ് നോക്കിയാൽ എൻഗേജ്ഡ് വ്യൂസ് ഈ 1500 വന്നതിന് 500 ഉണ്ടാവുള്ളൂ, ബാക്കി 1000 വെറുതെയാണ്. സ്വൈപ്പ് ചെയ്ത് പോയ ആളുകളെയും വരെ യൂട്യൂബ് ഇപ്പോൾ കാണിക്കും. കൗണ്ട് അത് യൂട്യൂബ് എന്തിനാ കൊണ്ടുവന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഡീൽസൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളെ പരസ്യം ചെയ്തിട്ട് ഇത്രയും വ്യൂസ് വന്നിട്ടുണ്ട് എന്ന് പറയാൻ അങ്ങനത്തെ ആവശ്യത്തിന് അതെ ആ ഒരു കൗണ്ട് കാണിക്കാൻ വേണ്ടി. പക്ഷെ അതിൽ പെട്ടുപോയത് നമ്മൾ തന്നെയാണ്. നമ്മൾ വിശ്വസിക്കുന്നത് എന്താ, നമ്മുടെ ചാനൽ ഇത്രയും വ്യൂസ് വന്നു. ആക്ച്വലി അത് വന്നിട്ടുണ്ടാവില്ല. അവിടെ കാണിക്കുന്ന 2500 ആണെങ്കിൽ ആക്ച്വൽ വ്യൂസ് 1000 ഉണ്ടാവുള്ളൂ. പിന്നെ കുറേ ഷോർട്സ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ റീച്ചാക്കി ലോങ് വീഡിയോ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഷോർട്സ് കൂടുതൽ ഇടുന്ന ആളുകളുടെ ലോങ് വീഡിയോ റീച്ച് ആവില്ല. ലോങ് വീഡിയോ കൂടുതൽ ഇടുന്ന ആളുകൾ ഷോർട്ടും വലിയ രീതിയിൽ റീച്ച് ആവില്ല. അങ്ങനെ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് യൂട്യൂബ് അപ്ഡേഷൻ കൊണ്ടൊന്നും ശരിയാക്കുമെന്ന് എനിക്കറിയില്ല. ശരിക്കും നമ്മൾ ഈ വ്യൂസിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓർത്ത, ഒരു ലോങ് വീഡിയോ നമ്മൾ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഒരു വ്യൂവർ ഒരാൾ കാണണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ നമ്മളെ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങൾ വേണം എന്നുള്ളത്. ഇതിൽ വേറൊരു രസം എന്താ പറയുക, യൂട്യൂബിന് യൂട്യൂബ് ഇപ്പം എൻ്റെ ഒരു വീഡിയോ ഒരു 50 ആൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കണ്ടുവന്നിരിക്കാം. അത് നല്ലതാണോ മോശമാണോ? നല്ലതാണോ മോശമാണോ? അത് നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് നല്ലതല്ല. കാരണം ഒരു ഹ്യൂമൻ ബിഹേവിയർ വെച്ചിട്ട്
നമ്മൾ ആരൊക്കെ നമ്മൾ എത്ര ആരാധിക്കുന്ന ആളായിക്കോട്ടെ, കരിക്ക് പോലെ സീരീസുകൾ ചിലപ്പോൾ നമ്മൾ കാണും, ഫിലിംസ് പോലെ കാണും. മറ്റതൊക്കെ എന്ത് ചെയ്യുന്ന പറയും, നമ്മൾ സ്റ്റാർട്ടിങ് കാണും, തുടങ്ങും, കുറച്ച് സമയം നമ്മൾ കാണും, പിന്നെ വെറുതെ ചെറുതായിട്ടൊന്ന് അടിച്ചുവിടും, എന്നിട്ട് അടുത്ത് കാണും, എന്നിട്ട് കുറച്ചൊന്ന് അടിച്ചുവിടും, എന്നിട്ട് അടുത്ത് കാണും. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് സാധാരണ മനുഷ്യന്മാർ ആണെങ്കിൽ അവർ ചെയ്യുന്നത്. എന്നിട്ട് അവസാനം 30 മിനിറ്റിലെ വീഡിയോ ആണെങ്കിൽ 20ാമത്തെ മിനിറ്റിൽ നമ്മൾ സ്റ്റോപ്പ് ആകും. അങ്ങനെ എന്ത് ചെയ്യും, ചിലപ്പോൾ അപ്ലോഡിങ് പോയി വന്ന് ബാക്കി 20 മുതൽ ബാക്കി കാണും. ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് പൊതുവെ. പക്ഷേ നമ്മൾ ഈ ടാബിൽ ഓപ്പൺ ആക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ചാനൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാച്ച് അവർ കൂട്ടാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നവരെന്ത് ചെയ്യും, 5 or 10 ഫോൺ വെച്ചിട്ട് ഇതെല്ലാം ഓപ്പൺ ആക്കി ഇട്ടിട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യും, സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഒരു ഇൻട്രാക്ഷനും ഇല്ല, ഒന്നുമില്ലാതെ ഇതിങ്ങനെ പ്ലേ ചെയ്യും. യൂട്യൂബ് പറയുന്നത് ഇതൊക്കെ യൂട്യൂബ് പിടിക്കും, പിടിച്ച് എല്ലാം സ്പാമാക്കി കളയും. അതിൽ ഇൻട്രാക്ഷൻ ലൈക്ക് വന്നിട്ടുണ്ടോ, അതിലേത് മൊമെൻറ്റിലാണ് കമൻറ്റ് ചെയ്തത്, അത് യൂട്യൂബിന് അറിയാം. യൂട്യൂബിന് ഇതിൻ്റെ കംപ്ലീറ്റ് ഡാറ്റയുണ്ട്. ഈ ഓരോ സാധനത്തിൻ്റെയും ആളുകൾ എവിടെ കമൻറ്റ് ചെയ്യുന്നു, ഏത് മൊമെൻറ്റിൽ കമൻറ്റ് ചെയ്യുന്നു, ആ മൊമെൻറ്റ് കമൻറ്റ് ചെയ്യാനുള്ള മൊമെൻ്റ് ആണോ എന്നത് വരെ യൂട്യൂബിന് അറിയാം. അപ്പോൾ ഈ ഡാറ്റ വെച്ചിട്ടാണ് നമ്മുടെ ചാനൽ നോക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ഫുൾ ടൈം ആളുകൾ കണ്ടാലും പ്രശ്നമാണ്. പിന്നെ നമുക്ക് നേരത്തെ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാണിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ, നമ്മൾ ഓരോരോ മൊമെൻറ്റ്സിൽ ഹൂക്കിടുക. ഇപ്പം ഞാനിവിടെ പോകുന്നു, ഒരു പ്രോബ്ലത്തെ പറയുക, സൊല്യൂഷൻ ഉണ്ടാക്കുക. അപ്പം ആ ഹൂക്കിലൂടെ ഇങ്ങനെ പോയിട്ടാണ് എൻ്റെ വരെ ആളുകൾ കാണുക. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 50% കണ്ടാൽ മതി ആളുകൾ നമ്മുടെ വീഡിയോ. 50-60% ഫുൾ വീഡിയോ കാണുന്നില്ല, എന്നാൽ തന്നെ സക്സസ് ആണ്. ഓക്കെ. അപ്പോൾ ഈ വ്യൂ പറഞ്ഞപ്പോൾ സാർ പറഞ്ഞ കമന്റുകള്, എൻഗേജ്മെന്റ് എന്നൊക്കെ ഉള്ള വേർഡ്സ് പറഞ്ഞല്ലോ. അപ്പൊ ഈ ലൈക്ക്, കമന്റ്, ഇതും നമ്മളെ ഗ്രോത്തും തമ്മിൽ, അല്ലെ ചാനലിന്റെ ഗ്രോത്തും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താ? അതിപ്പോ യൂട്യൂബ് പുതിയ അപ്ഡേറ്റിൽ പറയുന്നത്, പുതിയ ഇത് പറയുന്നത് വെച്ചാൽ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെയും മറ്റൊന്നുമല്ല നോക്കുന്നത്, ആളുകൾ ഇൻട്രാക്ഷൻ ആണ്, എത്രത്തോളം ഇൻട്രാക്ഷൻസ് വരുന്നുണ്ടെന്നാണ് യൂട്യൂബ് നോക്കുന്നത്. ഇനി എല്ലാ വീഡിയോയും വൈറലാവുക ഇൻട്രാക്ഷൻസ് ബേസ് ആയിട്ടാണ്. എത്ര കമൻറ്റ് വരുന്നു, എത്ര ലൈക്ക് വരുന്നു, ആളുകൾ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, അതാണ് നല്ല വീഡിയോ എന്ന് യൂട്യൂബ് മനസ്സിലാക്കിയിട്ടാണ് ഇനി പോകുന്നത്. അങ്ങനെയാണ് ഇനി മുതൽ പിന്നെ ഇത് വരിക. അപ്പോൾ ഈ ആളുകൾ ഇപ്പോഴും സബിൻ്റെ പിന്നാലെയും പിന്നെ മറ്റൊക്കെയാണ് പോകുന്നത്. പക്ഷെ അതൊക്കെ മാറി. ഇനി അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ പലരുടെയും വീഡിയോയിൽ ഒരു ലൈക്കും ഒരു ലവ് ചിഹ്നവും കാണാം, ഇല്ലേ? കണ്ടിട്ടുണ്ടോ? കണ്ടിന്യൂസ്ലി, അതായത് താഴെ വരെ പലരും ഇട്ടിട്ടുണ്ടാവും എന്താ, 2 ലവ്, ലൈക്ക്. ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? എന്താ അർത്ഥം പറഞ്ഞേ? കൂടുതലൊന്നും ഒരു അഭിപ്രായം പറയാനില്ല എന്നുള്ളത്. അതായത് വീഡിയോ കാണും വേണം, കമന്റും ചെയ്യണം. കാരണം ആളെ എനിക്ക് അറിയുന്ന ആളാ, പരിചയമുള്ള ആളാ. കമന്റ് ഇട്ടിട്ടില്ലെങ്കിൽ മോശമാണ്. എന്നാൽ എനിക്ക് കമന്റ് ഇടാനൊന്നും അറിയൂല. എന്താണ് ഞാൻ പറയേണ്ടത്? അതെന്തുകൊണ്ട് അങ്ങനെ വന്നതെന്നറിയോ? നമ്മൾ കമന്റ് പറയാൻ അവസരം കൊടുത്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് പറയാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ള പോയിന്റ് ഇട്ട് കൊടുക്കണം. ഇവൻ പറയും, ഞാൻ ചെറുപ്പത്തിൽ ഈ ഒരു ഇത് കണ്ടത് എൻ്റെ നാട്ടിലൊക്കെ പച്ച നിറത്തിലാണ് എന്ന് വെറുതെ പറഞ്ഞു വിചാരിച്ചു. ഈ പോയ മൊമെന്റ് എത്തും പറയും, നിന്റെ ഏത് നാടുകട എന്ന് പറഞ്ഞു. ഇത് ചോദിച്ചിട്ട് ഒരു 150-200 കമന്റ് ഉറപ്പായിട്ടും വരും. അതെന്തിനാണെന്നറിയോ? ഈ ആൾക്കാർക്ക് ചോദ്യം ചെയ്യാൻ അവസരം കിട്ടി. അതാണ് അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതൊക്കെയാണ് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എങ്ങനെ വേണമെങ്കിലും ഇത് ആളുകൾക്ക് അവസരം കൊടുക്കണം, സംസാരിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ അവസരം കൊടുക്കണം. ഇതൊന്നും കൊടുക്കില്ല. ഫുള്ള് വീഡിയോയിൽ നമ്മൾ തന്നെ ഇങ്ങനെ കറക്റ്റ് ഫുള്ള് പറഞ്ഞിട്ട് പോകും. അവരോട് ഒരു ഇൻട്രാക്ഷനും ഇല്ല, ഒന്നും ചോദിക്കില്ല. ഇതാണ് പ്രശ്നം. നമ്മൾ ഇത് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് എന്തായാലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടല്ലല്ലോ ഇതിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ക്രമേണ പഠിച്ചു വരികയാണല്ലോ. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു എന്താ പറയാ, നമുക്കൊരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ സാറിനൊക്കെ ഗ്രൂപ്പ് ഉള്ളതുപോലെ ഇപ്പോൾ എന്തൊക്കെയാണ് സാറ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ? എനിക്കിപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഗ്രൂപ്പുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പുണ്ട്, പിന്നെ തമ്പനയിലെ ക്ലാസ് ഉണ്ട്. കാരണം പല ചാനലുകളും സ്റ്റക്കായി കിടക്കുന്നത്, എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ തമ്പനയിൽ പെടും. ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ ചാനൽ കണ്ടിട്ടുണ്ട്. അവസാനമായിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാളുടെ തമ്പനയിൽ ഞാൻ പറഞ്ഞാൽ നമുക്കൊരു പരീക്ഷണം നടത്താം, ജസ്റ്റ് തമ്പനയിൽ മാറ്റും. എന്നിട്ട് നമ്മൾ സുമേർ എന്ന പേരുണ്ട്. അപ്പോൾ പിന്നെ മാറ്റി 6000 വ്യൂസ് വന്നു. അതുവരെ 400 വന്നിട്ടുള്ളൂ.
കഴിഞ്ഞ ദിവസം ഒരാളെ മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു, അതുവരെ 40, 50, 100 സബ് വ്യൂസ് വന്നത് 500ആയി. അവരെ സംബന്ധിച്ച് 100 നിന്ന് 500ലേക്കുള്ള കയറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പം ഇതുപോലെ ചെറിയ ചെറിയ സാധനത്തിലാണ് എല്ലാവരും കുടുങ്ങി കിടക്കുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇങ്ങനെയുള്ള സാധനങ്ങളിൽ അവരെ ട്രെയിൻ ചെയ്യാന്നുള്ളത്. അപ്പം കമ്പനിയിലൊരു കോഴ്സുണ്ട്. പിന്നെ ഗ്രൂപ്പ് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും അനുഭവങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും, കാരണം മാനസികപരമായിട്ടുള്ളതാണല്ലോ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ അതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കഷൻസ് വരും. അങ്ങനെയാണ് ഗ്രൂപ്പ് പോകുന്നത്. പിന്നെ റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ മടിയുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ്, അത് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. കാരണം ഞാൻ വിചാരിച്ചതിനേക്കാളും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട് ആൾക്കാർക്ക്. അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ പലരും ഇങ്ങനെ നിന്ന് സംസാരിക്കെങ്കിലും എക്സ്പ്രഷൻസ് മാറൂല. നമ്മളിങ്ങനെ പൊതുമയെ പോലെ ഇരുന്ന് സംസാരിക്കുന്നത് പേടിയുണ്ടാവും. അപ്പോൾ അത് മാറ്റാൻ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ കൃത്യമായിട്ട് നിഷ് ഉണ്ടെങ്കിൽ, അത് കൃത്യമായ ടോപ്പിക് ഉണ്ട്. എനിക്ക് കുറേ ആൾക്കാരോട് എന്നോട് വന്ന് പറഞ്ഞ കാര്യമുണ്ട്, എനിക്ക് ഇന്ന് വീഡിയോ ആണ് ചെയ്യേണ്ടത്, ഇന്നതാണ് എൻ്റെ ടോപ്പിക്ക്, ഈ രൂപത്തിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ മെൻറ്ററിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മെൻറ്ററിങ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കലല്ല, അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെ അവരുടെ വീഡിയോസിനെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്തൊക്കെ ചെയ്താൽ സക്സസ് ആകും എന്നുള്ളത്. അപ്പോൾ അതേ മെൻറ്ററിങ് ചെയ്തിട്ടാണ് ഇപ്പോൾ 1-2 ആൾക്കാർ ചാനൽ സക്സസ് ആയത്. ആ 5ാമത്തെ വീഡിയോയിലാണ് റമീനയുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ഇങ്ങനെ ആവുന്നുണ്ട്. കാരണം അതൊരു എന്താ പറയുക, കടുവയൊക്കെ ഇരപിടിക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ്. കുറേ ദിവസം എൻ്റെ പിന്നാലെ നടന്ന് കറക്റ്റ് മൊമെൻ്റ് എടുത്തുമ്പോൾ നമ്മൾ പിടിക്കാമെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ അതൊക്കെ ഒരു കാലം ചാനലിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഇന്ന വീഡിയോയിൽ നമ്മൾ സക്സസ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരൊറ്റ വീഡിയോ ഞാൻ സക്സസ് ആകുമെന്ന് ഉദ്ദേശിച്ചത് 3000-4000 വ്യൂസ് വരുന്നതാണ്. അന്ന് വന്നത് 6 ലക്ഷം വ്യൂസാണ്. അതൊക്കെ ഒരു കാലല്ലേ. അതിൽ 6 ലക്ഷമാണ് വന്നത്. ഞാൻ ഉദ്ദേശിച്ച 4-5 ആയിരം 4 അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അത്രയും കയറിപ്പോയി. പക്ഷെ സംഭവം നേരത്തെ സെറ്റാക്കി വെച്ചത്, അത് കയറും. എന്ത് സംഭവിച്ചിട്ട് ആ വീഡിയോ നമ്മൾ ഇട്ടില്ല. ഞാൻ പറഞ്ഞാൽ മാത്രം ഇട്ടാൽ മതി, ഒട്ടാട് വെച്ചത്. അങ്ങനെ അത് സക്സസ് ആയി. അതിപ്പോൾ മോണിറ്റൈസേഷൻ ആയി 2 ദിവസം കൊണ്ട് 5000 സബ്, പിന്നെ വാച്ച് അവർ കംപ്ലീറ്റ്. ഇപ്പോൾ വളരെയധികം നന്ദി. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിൽ ചാനലുള്ളവർക്കും അതുപോലെ എല്ലാവർക്കും ഒരുപാട് സൈക്കോളജിക്കലിയും ടെക്നിക്കലിയും പല മേഖലകൾ തട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്ന സാബിർക്കാക്ക് സാബ് ടാക്സ് എന്ന ചാനലിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള നമ്മളെ കണ്ണൂരുകാരനായിട്ടുള്ള സാറിന് വളരെയധികം നന്ദി. താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ്. എല്ലാവരും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ മതി. ഓക്കെ. ശരി.